വയനാട് തലപ്പുഴയിൽ കുഴിബോംബ് കണ്ടെത്തി. മക്കിമല മേഖലയിലാണ് കുഴിബോംബ് കണ്ടെത്തിയത്. വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം? ലിബീഷ്, വയനാട് തലപ്പുഴയിലാണ് കുഴിബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. മക്കിമല മേഖലയിൽ നേരത്തെ കുഴിബോംബ് കണ്ടെത്തി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ തണ്ടർ ബോൾട്ട് എത്തിയിട്ട് കുഴിബോംബ് നിർവീര്യമാക്കിയിട്ടുണ്ട്. പോലീസ് റോന്തു ചുറ്റുന്ന വഴിയിലാണ് കുഴിബോംബ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ മാവോയിസ്റ്റുകൾ സ്ഥിരമായി വന്നു പോകുന്ന മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഈ തണ്ടർ ബോൾട്ടിനെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ തണ്ടർ ബോൾട്ടിൻ്റെ പെട്രോളിംഗ് നടത്തുന്ന വഴി ഇത്തരത്തിൽ കുഴിബോംബ് സ്ഥാപിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയം ഇപ്പോൾ തണ്ടർ ബോൾട്ട് സേനാംഗങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലടക്കം ഇത്തരത്തിൽ കുഴിബോംബ് സ്ഫോടനം നടന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടു കൂടിയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനെ കാണുന്നത്. കാരണം മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരമായുള്ള പ്രദേശമാണിത്. വനം വകുപ്പ് വാച്ചർമാർ രാവിലെ ഫെൻസിംഗ് പരിശോധിക്കാൻ പോയപ്പോഴാണ് ഈ കുഴിബോംബ് ശ്രദ്ധയിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം തണ്ടർ ബോൾട്ടിലെ ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു, അല്ലെങ്കിൽ ആ തണ്ടർ ബോൾട്ട് ഉദ്യോഗസ്ഥർ ഇതുവഴി കടന്നുപോയിരുന്നു. മാവോയിസ്റ്റുകളുടെ സ്ഥിര സാന്നിധ്യ മേഖലയിലാണ് ബോംബ് കണ്ടെത്തിയത് എന്ന് ഏറെ ഗൗരവമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലടക്കം മാവോയിസ്റ്റുകൾ പട്ടാളക്കാരെ, സൈനികരെ അപായപ്പെടുത്താൻ കുഴിബോംബാണ് ഉപയോഗിക്കുന്നത്. സമാന തരത്തിലുള്ള ബോംബാണ് കണ്ടെത്തിയത്. ഇതിന് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്, എത്രത്തോളം സ്ഫോടന ശേഷിയുള്ള കുഴിബോംബാണ് ഇവ സ്ഥാപിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. ലിബീഷ്, നിതിൻ, അതായത് ഈ അവിടെ പരിശോധനയ്ക്കിടയിലാണ് എങ്ങനെയാണ് ഈ ബോംബിന്റെ സാന്നിധ്യം അവിടെ തിരിച്ചറിഞ്ഞത്? വനം വകുപ്പ് വാച്ചർമാർ ഫെൻസിംഗ് പരിശോധിക്കാൻ, ആനയും മറ്റു വന്യമൃഗങ്ങളും പുറത്തിറങ്ങാതിരിക്കാനുള്ള ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ വഴിയിൽ. ആ ഫെൻസിംഗ് പരിശോധിക്കാൻ വനം വകുപ്പ് വാച്ചർമാർ പോയ സമയത്താണ് അവരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. ഉടൻ തന്നെ അവർ പോലീസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. തണ്ടർ ബോൾട്ട് സേനാംഗങ്ങളും സ്ഥലത്തെത്തി. അവരുടെ പരിശോധനയിലാണ് ഇത് കുഴിബോംബാണെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ ഇത് 2 ബോംബുകളും നിർവീര്യമാക്കിയിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും ബോംബ് ഇത്തരത്തിൽ കുഴിബോംബ് സ്ഥാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കുഴിബോംബ് ശേഖരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യ മേഖലയാണ്. മാവോയിസ്റ്റുകൾ സ്ഥിരമായി ഈ പ്രദേശം വഴി കടന്നു പോകാറുണ്ട്. മാവോയിസ്റ്റുകൾ ഇവിടെയുള്ള ആദിവാസി കുടിലുകളിൽ സ്ഥിരമായി എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഏറെ ഭയത്തോടെയും ഭീതിയോടെയും ഗൗരവത്തോടെയും കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കാണുന്നത്. പ്രത്യേകിച്ച് മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രങ്ങളിൽ, ഛത്തീസ്ഗഡ് അടക്കമുള്ള ഉത്തരേന്ത്യൻ മേഖലയിലെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ സൈനികരെ അപായപ്പെടുത്താൻ ഇത്തരത്തിൽ കുഴിബോംബുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഈ കുഴിബോംബ് എത്രത്തോളം സ്ഫോടന ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഈ കുഴിബോംബിന് എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്, ഉഗ്ര സ്ഫോടന ശേഷിയുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിദഗ്ധ പരിശോധനയിലൂടെ മാത്രമേ മനസ്സിലാവൂ. എന്തായാലും ബോംബ് ഇപ്പോൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. കൂടാതെ മറ്റെവിടെയെങ്കിലും കുഴിബോംബ് സ്ഥാപിച്ചിട്ടുണ്ടോ, മറ്റു കുഴിബോംബ് ശേഖരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് തണ്ടർ ബോൾട്ടിനെ പേടിപ്പെടുത്താൻ സ്ഥാപിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ. ലിബീഷ്, ശരി. നിതിൻ, വയനാട്ടിൽ നിന്നും ആശങ്കയുണർത്തുന്ന വളരെ ഗൗരവമേറിയ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മക്കിമലയിൽ കുഴിബോംബ് കണ്ടെത്തിയിരിക്കുന്നു. കുഴിബോംബുകൾ നിർവീര്യമാക്കിയിട്ടുണ്ട്.